ചായക്കടയിൽ ബിരിയാണി തീർന്നു എന്ന് ബോർഡ് വെക്കുന്നതിന് പകരം ബിരിയാണി 86 എന്ന് എഴുതിയാൽ മതി. ഇത് യൂറോപ്പിലും അമേരിക്കയിലും ഇന്ത്യയിലെ ചില ഭാഗത്തുമൊക്കെ ഒരു സാധനം, ഫേവറേറ്റ് സാധനം തീർന്നാൽ 86 എന്ന് എഴുതിയിട്ടാൽ പലർക്കും അത് മനസ്സിലാവും സാധനം തീർന്നു എന്ന്. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും അമേരിക്കയിലായാലും ബിരിയാണി തീർന്നു എന്ന് കാണിക്കുന്നതിന് ബിരിയാണി 86 എന്ന് എഴുതിയാൽ മതി. അവിടെ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായത്, അവിടുത്തെ FBI ഡയറക്ടറായിരുന്ന ജെയിംസ് കോമി 86, അതിൻ്റെ ഇപ്പുറത്തൊരു 47 എന്ന് അയാൾ ബീച്ചിൽ പോയപ്പം അവിടെ നിന്ന് കക്ക പെറുക്കി ഈ 86 47 എന്ന് ബീച്ചിൽ മണലിൽ എഴുതി, മണലിൽ ഈ കക്ക കൊണ്ട് വരച്ചു വെച്ചു. ഇത് വലിയ പ്രശ്നമായി. 86 എന്ന് പറഞ്ഞാൽ തീർന്നു, 47 എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് 47ാമത്തെ ആളാണ്. അത് തന്നെ അമേരിക്കയിൽ വലിയൊരു വാർത്തയും കൂടെ ഉണ്ടായി. അവിടെ ട്രംപിൻ്റെ അനുയായിയായ ഒരാൾ അവിടെ ഒരു വെടിവെപ്പിനകത്ത്, ഒരു പയ്യൻ അവിടെ ഒരു വെടിവെപ്പിൽ സ്കൂളിൽ ഒക്കെ നടത്തി അയാളെ വെടിവെച്ച് വീഴ്ത്തി. അയാളുടെ തൊപ്പിയിൽ 47 എന്നൊരക്കം കൂടെ ഉണ്ടായിരുന്നു. അപ്പം 47 തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അമേരിക്കയിലെ FBI-യുടെ 2017 മുതൽ 2023 വരെ ഡയറക്ടറായിരുന്ന ജെയിംസ് കോമി എന്നയാൾ, അദ്ദേഹത്തിനെതിരായി അമേരിക്ക ഒരു കേസ് വന്നിരിക്കുന്നു. അദ്ദേഹം ബീച്ചിലിരുന്നപ്പം കക്ക കൊണ്ട് 86 എന്ന് എഴുതി, അതിനപ്പുറത്ത് കക്ക കൊണ്ട് അദ്ദേഹം അത് നിരത്തി 47 എന്ന് എഴുതിയതാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കോൺഗ്രസിബിൾ കേസെടുക്കേണ്ടി വന്നു. അമേരിക്കൻ പ്രസിഡൻ്റെ ശത്രുവായ ഇദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിനെ തീർക്കും എന്നർത്ഥത്തിലാണ് ആ കക്ക കൊണ്ട് അവിടെ മുഴുവൻ ഇങ്ങനെ ഒരു അക്കം ഉണ്ടാക്കിയത് എന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിൻ്റെ നിലവാരം. അദ്ദേഹം ജാമ്യം എടുത്തു. ഇത് വലിയ വിവാദമായി. അപ്പം നമ്മുടെ നാട്ടിലും ഇതൊക്കെ വന്നു തുടങ്ങി. അമേരിക്കയിലും മറ്റോടും ബിരിയാണി സാധനം തീർന്നു, ബിരിയാണി എന്ന് എഴുതിയിട്ട് 86 എന്ന് എഴുതിയാൽ മതി. ഫ്രൈഡ് റൈസിൻ്റെ എഴുതിയിട്ട് ഫ്രൈഡ് റൈസ് തീർന്നെങ്കിൽ 86 എന്ന് എഴുതിയാൽ മതി. എല്ലാവരും ബീഫും പൊറോട്ടയൊക്കെ അടിക്കുന്നവർ ഇത് തീർന്നെന്നുള്ളതിന് ബീഫ് പൊറോട്ട 86 എന്ന് എഴുതിയാൽ മതി. അപ്പം നമ്മുടെ നാട്ടിലും അത് വന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒരാളെ കൊല്ലാനായിട്ട് നേരിട്ട് നമ്മൾ സന്ദേശം അയക്കുകയോ അല്ലെങ്കിൽ ബീം പിടിക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ മറ്റൊരാളോട് പറയുകയോ അല്ലെങ്കിൽ പത്രത്തിൽ എഴുതി അയക്കുകയോ അല്ലെങ്കിൽ ലെറ്ററിൽ എഴുതി അയക്കുകയോ ഒക്കെയാണ് സാധാരണ ചെയ്യുന്നത്. ഇനി അതൊന്നും വേണ്ട, അയാളുടെ വീടിന് മുമ്പിൽ 86 47 എന്ന് എഴുതിയാൽ മതി, പ്രശ്നം ഗുരുതരമാകും. അതാണ് ഈ FBI-യുടെ ഡയറക്ടറൊക്കെ എപ്പോഴും അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പം കേസെടുത്തപ്പം FBI ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അസാമാന്യ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും കടലാസിലോ അതുപോലെ മൊബൈൽ ഫോണിലോ അങ്ങനെയുള്ള ലെറ്റേഴ്സിലൊന്നും ആയിരിക്കില്ല. ചില ഇൻഡിക്കേഷൻസ് അടയാളം മാത്രമേ ഉള്ളൂ. അപ്പം അമേരിക്കൻ പ്രസിഡന്റിന് വധശ്രമത്തിന് സമയമായി അല്ലെങ്കിൽ വധശ്രമം നടക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പത്രത്തിലോ മൊബൈലിലോ സംസാരത്തിലോ ആംഗ്യത്തിലോ ഒന്നും കാണിക്കില്ല. പകരം അദ്ദേഹം ബീച്ചിലിരുന്നപ്പം കക്കകളൊക്കെ പെറുക്കി 86 എന്നൊരു അക്ഷരം എഴുതി, അതിനിങ്ങപ്പുറത്ത് 47 എന്നൊരു അക്ഷരം എഴുതി. അതിൻ്റെ അർത്ഥം അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലും എന്നാണ് പറഞ്ഞാണ് അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം വളരെ വിവാദ നായകനായിരുന്നു ഈ ജെയിംസ് കോമി എന്ന FBI ഡയറക്ടർ. കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് നോട്ടം കിട്ടതായിരുന്നു. പക്ഷേ FBI-യുടെ ഡയറക്ടർ സംസാരിക്കുന്നതോ നോക്കുന്നതോ ഒന്നും പിടിക്കാൻ പറ്റില്ല. ഒരു ഒഫൻസും അദ്ദേഹത്തിൻ്റെ പേരിൽ പിടിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരാൾ ഇതുപോലെ ബുദ്ധിപരമായ ഒരു നീക്കം നടത്തി എന്ന അർത്ഥത്തിലാണ് ട്രംപ് ഇദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. കേസെടുക്കുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് പറയുമ്പം ഇങ്ങനെയുള്ള എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കേണ്ടി വരും. ആ പയ്യനെ വെടിവെച്ച് വന്നപ്പം പയ്യൻ്റെ തൊപ്പി 47 എന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് 47ാമത്തെ ആളാണ്. 86 എന്ന് പറഞ്ഞാൽ തീർന്നു പോയി എന്നുള്ള അർത്ഥവും തന്നെ വരുന്നു. ഇങ്ങനെയാണ് അവിടുത്തെ FBI ഡയറക്ടർ കുഴപ്പത്തിൽ ചാടിയിരിക്കുന്നത്. ജെയിംസ് കോമി ഏതായാലും കോടതി ചെന്ന് കഴിയുമ്പം കോടതി ജാമ്യം കൊടുത്ത് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഒഫൻസ്
കോടതി ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു ഇൻ്റർപ്രട്ടേഷനാണ്. അത് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത് കോഡ് ഭാഷയും കോഡ് പേരും ഒക്കെ വരുന്ന പോലെ ഒരാളെ കൊല്ലാനുള്ള കോഡ് ഭാഷയാണ് 86-47.